ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനെ തെളിവെടുപ്പിനായി എത്തിച്ചു. പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു തെളിവെടുപ്പ്. പാങ്ങോടുള്ള ഇവരുടെ വീട്ടിലും ആഭരണങ്ങൾ പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എത്തിച്ചാകും തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുക. തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയാക്കുകയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിരവധി ആളുകൾ അവിടെ കൂടി നിൽക്കുന്നത് കാണാം. കനത്ത പോലീസ് സുരക്ഷയും അവിടെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഇന്ന് തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ തെളിവെടുപ്പ് പൂർത്തിയാക്കുകയാണോ ലക്ഷ്യം? രഞ്ജിത്ത്, ഇപ്പോൾ ആദ്യ സ്ഥലത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. സൽമാ ബീവിയുടെ വീട്ടിലാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. പിതാവിന്റെ മാതാവാണ്. ഒറ്റയ്ക്കാണ് ഈ 80 വയസ്സിലധികമുള്ള വൃദ്ധ താമസിച്ചിരുന്നത്. ഇവർ മാല ചോദിച്ചിട്ട് നൽകിയില്ല. ഈ ഒരു വൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു കൊലപാതകം. ആദ്യം ഇവർ സ്വർണം നൽകിയിരുന്നു. ചെറുമകന് ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ സ്വർണം നൽകിയിരുന്നു. എന്നാൽ വീണ്ടും സ്വർണം ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാൻ കൂട്ടാക്കിയില്ല. വളരെ പഴക്കം ചെന്ന അവരുടെ ചെറുപ്പകാലത്ത് ഭർത്താവ് നിർമ്മിച്ച വീട്ടിലാണ് അവർ താമസിക്കുന്നത്. 11 മക്കളുണ്ടെങ്കിലും അവരെല്ലാം മറ്റു വലിയ വീടുകളിലേക്ക് മാറിയെങ്കിലും ഈ വീടിനോടുള്ള വൈകാരികത കാരണം ഈ ഉമ്മ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ താമസിക്കുകയായിരുന്നു. തൊട്ടടുത്ത് തന്നെ മറ്റൊരു മകളുടെ വീടുണ്ട്. അവിടേക്ക് മാറാനും കൂട്ടാക്കിയിരുന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ആദ്യം ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തെളിവെടുപ്പ് നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും പക്ഷേ അതിന് കഴിഞ്ഞില്ല. കാരണം ഈ നിന്ന് പ്രതി ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ തന്നെ ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇയാൾ ബോധപൂർവം നടത്തിയ കാര്യമാണോ എന്ന തരത്തിലുള്ള ചില സംശയങ്ങളാണ്. ഏതായാലും കുറച്ച് വൈകിയെങ്കിൽ കൂടിയും ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് കോടതിയാണ് 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് പ്രതിയെ നൽകിയത്. ഇതിൽ ആദ്യ ദിവസം ഇന്നലെ തന്നെ കഴിഞ്ഞിരുന്നു. ഇന്ന് 2ാം ദിവസമാണ്. ഉച്ചതിരിഞ്ഞ് മാത്രമാണ് തെളിവെടുപ്പ് നടത്താൻ കഴിഞ്ഞത്. ഇനി മറ്റിടങ്ങളിലെ തെളിവെടുപ്പുണ്ട്. ആയുധം വാങ്ങിയ വ്യാപാര കേന്ദ്രത്തിലേക്ക് പോകണം, പണമിട്ട ATM-ലേക്ക് പോകണം. അതോടൊപ്പം തന്നെ ഈ ധനകാര്യ സ്ഥാപനമുണ്ട്. ഉമ്മുമ്മയുടെ വാപ്പുമ്മയുടെ സ്വർണമാല കൈക്കലാക്കിയ ശേഷം അത് പണയം വയ്ക്കാൻ പോയ സ്ഥാപനമുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കണം. കാരണം ഈ കൊലപാതകം വീണ്ടും മറ്റു കൊലപാതകങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ പേരുമലയിലെ വീട്ടിലും ഇന്ന് പാങ്ങോട് പോലീസിന്റെ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. രാവിലെ ചില നാടകങ്ങൾ ഇയാൾ നടത്തിയിരുന്നല്ലോ. ശുചിമുറിയിൽ ചാടാൻ ശ്രമിക്കുന്നു, പരിക്കേൽക്കുന്നു. ഇതൊക്കെ തെളിവെടുപ്പ് ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കരുതാം. അതിലൊന്നും സംഭവിച്ചില്ല. പോലീസ് ആ നാടകങ്ങളിലൊന്നും വീണില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, പ്രതിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഡോക്ടർമാർ തിരികെ അയക്കുകയായിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ തുടർന്നു. CA ആകട്ടെ പിന്നീട് റിവ്യൂ മീറ്റിംഗിന് പോകുന്ന സാഹചര്യമുണ്ടായി. റൂറൽ SP വിളിച്ച റിവ്യൂ മീറ്റിംഗിലേക്കാണ് CI പോയത്. ഈ SHO തിരിച്ചു വന്ന ശേഷമാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയത്. വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഇതിൽ 5 കൊലപാതകങ്ങളാണ്. 2 കൊലപാതകങ്ങളുടെ അറസ്റ്റ് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അബ്ദുൾ റഹീമിന്റെ സഹോദരനുണ്ട് അബ്ദുൾ ലത്തീഫും അദ്ദേഹത്തിന്റെ ഭാര്യയും. ഇവർ രണ്ടുപേരെയും കൊലപ്പെടുത്തിയ കേസിൽ ഇതുവരെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഈ കസ്റ്റഡി കാലാവധിക്കുള്ളിൽ അറസ്റ്റ് റെക്കോർഡ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ വൈകിട്ട് വരെ പ്രതിയെ കസ്റ്റഡിയിൽ വെക്കാൻ സമയമുണ്ട്. ഇതിനിടയിൽ ആ കേസിൽ കൂടി അറസ്റ്റ് റെക്കോർഡ് ചെയ്തേക്കും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. വീണ്ടും തെളിവെടുപ്പുകൾക്ക് പോലീസ് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന നിരവധി നാട്ടുകാരെയാണ്. വിശദാംശങ്ങളാണ് വി വിനോദ് നൽകിയത്.